ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയൊരു മീൻ പീര വെച്ചതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ മത്തിയാണ് നമ്മളിന്ന് പീര വയ്ക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ടഫായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തി പീര എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മത്തി പീര വെച്ചതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. 1/4 കിലോ മീനിലേക്കായിട്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 4 എണ്ണം വരെ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കില്ല, പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 8-10 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ളി തന്നെ ചേർക്കാം കേട്ടോ. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. സവോളയുടെ മധുരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി പെർഫെക്റ്റ് ആവില്ല. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി അത്യാവശ്യം വേണം ഇതിൽ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ ചേർക്കാം. തേങ്ങ കൂടുതൽ ചേർക്കും തോറും ടേസ്റ്റ് കൂടുള്ളൂ നമ്മുടെ ഈ ഒരു പീര വെച്ചതിന്. പിന്നെ ഉള്ളത് കുടംപുളിയാണ്. കുടംപുളി ഞാനൊരു 4 പീസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പുളി വേണം എന്നുള്ളതനുസരിച്ച് കുടംപുളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്കിതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ചേർത്തൊന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ്, വേഗം ഒന്ന് ചതഞ്ഞ് കിട്ടാനായിട്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് ഈ ഒരു കറിയിൽ കിട്ടാനാണ് നമ്മൾ കറിവേപ്പില ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉള്ളി, ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ വലിയ പീസായിട്ട് ഇഞ്ചി കിടന്നുണ്ടെങ്കിൽ ഇഞ്ചി ചതഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു പോകും. നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, അരഞ്ഞു വരണ്ട. ഇതെല്ലാം ചേർത്ത് ക്രഷ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് ക്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് ക്രഷ് ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങ വെറുതെ ചേർക്കുന്നേ ഉള്ളൂ, ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ഈ ചതച്ചെടുത്ത ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം. ഇതിൽ ഉള്ളിയുടെ വെള്ളമൊക്കെ ഉണ്ടാവും, അതൊന്നും കളയണ്ട, എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം ഞാൻ ചേർക്കുന്നത് നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മീനിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അങ്ങോട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മീനിൻ്റെ കൂടെ മിക്സ് ചെയ്യാതെ തേങ്ങ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് മീനിലേക്ക് ചേർത്ത് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ മീൻ വേവിച്ചെടുക്കണം. കുറേ വെള്ളത്തിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിനെല്ലാം ഉടഞ്ഞുടഞ്ഞ് കുഴഞ്ഞു പോകും. അതിപ്പോൾ നമ്മൾ ഏത് മീൻ എടുത്താലും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യരുത്. എല്ലാം ചേർത്തിട്ട് നമ്മൾ ഈ മിക്സ് റെഡി ആക്കിയിട്ട് മീനിലേക്ക് ഇടുക. ഏത് മീൻ, ചെറിയ മീനുകളാണെങ്കിലും വലിയ മീനുകളാണെങ്കിലും ഒക്കെ ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ചെമ്മീനാണെങ്കിൽ മാത്രമേ ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു ചട്ടി എടുക്കാം. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയൊക്കെ നമ്മൾ മൺചട്ടിയിൽ തന്നെ ചെയ്യാണ് നല്ലത്. നാടൻ റെസിപ്പികളൊക്കെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർക്കുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയും ആ പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മത്തി ആയതുകൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു റെസിപ്പി കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുള്ളൊക്കെ വായിൽ പെടും. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ മുള്ളൊക്കെ വിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ മീനുകൾ അല്ലെങ്കിൽ ചെറിയ കൊഴുവ പോലെയുള്ള മീനുകളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം. ഈ ഒരു മീൻ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചെറിയ കുട്ടികൾക്ക് തൊണ്ടയിലൊക്കെ മുള്ളു കൊടുങ്ങരുതല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയുന്നത്.
ഇപ്പോൾ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വേണം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം വെള്ളം കുറവാണ്. കുറച്ചുകൂടി വെള്ളം, മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മൾ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മീനിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഉടനെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കുത്തി ഇളക്കരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മുടെ മീനൊക്കെ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ വരാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൊടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇളക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇളക്കി കൊടുക്കേണ്ടത് ഇതുപോലെ സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കി എടുക്കാതെ എന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നതിനാണ്. നമ്മുടെ മീനിൻ്റെ 2 ഭാഗവും കുക്കായി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നടുഭാഗത്തു നിന്നൊക്കെ ഒന്ന് പതുക്കെ നീക്കി കൊടുക്കുക. ഇനി വീണ്ടും അടച്ചു വയ്ക്കുക. ഒരു 8 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മീൻ കുക്കായി കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ വേണ്ട, ഒരു 3-4 പിഞ്ച് അത്രയും മതി. ഉലുവയുടെ ഫ്ലേവർ ഒന്ന് കിട്ടാനാണ്. ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ നോൺ വെജ് തോരൻ ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് മീനൊക്കെ തോരനാക്കുമ്പോൾ ഇതുപോലെ ഉലുവപ്പൊടിയൊക്കെ ചേർത്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. മീനിൻ്റെ എന്ത് റെസിപ്പി ആണെങ്കിലും നമ്മൾ ഉലുവ ചേർത്തുണ്ടാക്കുമ്പോൾ, മീൻ കറിയാണെങ്കിലും തോരനാണെങ്കിലും മീൻ വറ്റിച്ചതാണെങ്കിലും എല്ലാത്തിലും ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിൽ കടുക് വറവ് ചേർക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉലുവ ചേർത്തത്, ഉലുവ പൊടിച്ചത് ചേർത്തത്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. മീനൊന്നും അധികം ഉടഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. മത്തി ആയതുകൊണ്ട് ചെറുതായിട്ട് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല. പിന്നെ ഇതിലുള്ള കുടംപുളി ഉണ്ടല്ലോ, ഈ കുടംപുളി എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുളി മാത്രം വെറുതെ എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പീര വെച്ച് കഴിയുമ്പോൾ, അപ്പോൾ നമ്മുടെ മീനിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. തേങ്ങ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടെങ്കിലും അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാനുള്ള സമയമാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവറൊക്കെ മീനിലേക്കൊന്ന് പിടിച്ചു വരട്ടെ. മീൻ എപ്പോഴും ഇതുപോലെ സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഈ ഒരു മീൻ പീര വയ്ക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ പീര ഇതാ റെഡി ആയി കഴിഞ്ഞു. ഞാനൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ മീനിലേക്ക് ആ പുളിയൊക്കെ പിടിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ചൂടൊന്ന് മാറി വരുമ്പോൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമ്മുടെ മത്തി പീര വെച്ച് കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. മത്തി ആകുമ്പോൾ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മീനാണ്, വേഗം തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു റെസിപ്പി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.